പിണങ്ങിപ്പോയ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ വീട്ടുജോലിക്കാരിയുമായി പ്രണയം നടിച്ച ഭർത്താവിന് ഒടുവിൽ ദാരുണ അന്ത്യമാണ് ഉണ്ടായത്. ചൈനയിൽ ഒരു ഫുഡ് കമ്പനി നടത്തിയിരുന്ന ഷീ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, വീട്ടുജോലിക്കാരുടെ കുത്തേറ്റാണ് ഇയാൾ മരിച്ചതെന്നതാണ്. ഈ വാർത്ത സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്കൂൾ പഠന കാലത്തായിരുന്നു സഹപാഠിയായ പെൺകുട്ടിയുമായി ഷീ എന്ന വ്യക്തി അടുപ്പത്തിലായിരുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു. സന്തോഷകരമായ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ 2 കുട്ടികളും ഇവർക്കുണ്ടായി. പക്ഷെ പിന്നീട് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇരുവരുടെയും ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങളായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും തമ്മിൽ പിന്നീട് അകൽച്ചയിലായി മാറി. ഭാര്യ ഷീയെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതേസമയം തന്നെ മക്കളുടെ സംരക്ഷണ അവകാശം ഷീയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യ പിണങ്ങിപ്പോയതിന് തൊട്ട് പിന്നാലെ മക്കളെ നോക്കുന്നതിനായി ലീ എന്നു പേരുള്ള ഒരു യുവതിയെ ഇയാൾ തന്റെ വീട്ടിലേക്ക് ജോലിക്കായി കണ്ടെത്തി. വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതേസമയം തന്നെ പിണങ്ങിപ്പോയ ഭാര്യയുമായി വീണ്ടും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഷീക്ക് ശരിക്കും അതിയായ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഭാര്യയെ തിരികെ വിളിക്കാൻ അയാൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പിന്നീട് ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനായി അയാൾ ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. വീട്ടുജോലിക്കാരിയുമായി പ്രണയം നടിച്ച് ഭാര്യയെ പ്രകോപിപ്പിച്ച് വീട്ടിലെത്തിക്കുക എന്നതായിരുന്നു ഷീയുടെ പ്രധാന ലക്ഷ്യം. അതിനായി അയാൾ ഒരുപാട് വഴികളും ആലോചിച്ചു, കുറെ പദ്ധതികളൊക്കെ ഇടുകയും ചെയ്തു. അങ്ങനെ വീട്ടുജോലിക്കാരിയുമായി ഷീ പ്രണയം നടിക്കാൻ തുടങ്ങി. ഇരുവരും തമ്മിലുള്ള ബന്ധം സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഇയാൾ പ്രണയബന്ധം അറിയിക്കുകയും ചെയ്തു. പിന്നീട് അയാളുടെ തന്ത്രം യഥാർത്ഥത്തിൽ വിജയിക്കുകയായിരുന്നു. തുടർന്ന് പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതോടെ ഷീ താൻ അഭിനയിക്കുകയായിരുന്നുവെന്നും ലീയുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും ഭാര്യയോട് പരസ്യമായി തന്നെ പറഞ്ഞു. മാത്രമല്ല, ലീയുമായുള്ള സകല ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നും അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുമായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. തുടർന്ന് താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് ലീക്ക് മനസ്സിലായി. പിന്നീട് ഇവൾ പ്രതികാരം ചെയ്യുവാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടു. ക്രിമിനൽ സ്വഭാവമുള്ള തന്റെ മറ്റൊരു ബന്ധുവിന്റെ സഹായവും ലീ ഇതിനായി തേടിയിരുന്നു. തുടർന്ന് അവൾ ഷീയെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. പോലീസ് പിടിയിലായ ലീ തനിക്ക് ഷീയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കൊലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലെന്നുമാണ് വെളിപ്പെടുത്തിയത്. ലീയുടെ അവകാശവാദങ്ങളെല്ലാം കോടതി നിഷേധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തുടർന്ന് കോടതി അവളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും സഹായിയായി കൂടെ നിന്ന വ്യക്തിക്ക് 11 വർഷത്തെ തടവ് വിധിക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്.